നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രേണു സുധി പേര് കേട്ടാൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വരുന്നത് റീൽസുകളും സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ വീഡിയോകളും ഒക്കെ തന്നെയാണ്. ഒരു സെലിബ്രിറ്റി നടൻ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു വ്യക്തിക്ക് ഇത്രമാത്രം ഹൈപ്പ് കിട്ടുന്നത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നത് ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾക്ക് മറുപടികൾ നൽകി രംഗത്തേക്ക് വരുന്നതും ചില റീലുകൾ ചെയ്യുന്നതുമൊക്കെയാണ് ആ വിവാദങ്ങൾക്ക് കാരണമായി മാറാറുള്ളതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവാദങ്ങളിലും സജീവമായി നിൽക്കുന്നൊരു വ്യക്തി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആ രേണു സുധിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താൻ ഒരു സർവൈവറാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രേണു സുധിയുടെ സ്വരം അത് ഒരു ക്യാൻസർ രോഗിയാണ് എന്നുള്ള സൂചനകൾ നൽകുന്നു. ചില യൂട്യൂബേഴ്സ് ഇതിനെ സംബന്ധിച്ചുള്ള ചില ഓഡിയോ സന്ദേശങ്ങൾ കൂടെ പുറത്തു വിടുമ്പോൾ നിലവിൽ രേണു സുധിക്ക് ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായിട്ടുള്ള രേണു സുധി വീണ്ടും വാർത്തകളിൽ ഇതോടെ നിറഞ്ഞു. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ രേണു സുധിയെ പോലെ ഇത്രത്തോളം മലയാളികൾക്കിടയിൽ ചർച്ചയായിട്ടുള്ള മറ്റൊരു സെലിബ്രിറ്റി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. ഭർത്താവും നടനും മിമിക്രി ആർട്ടിസ്റ്റുമായിട്ടുള്ള കൊല്ലം സുധിയുടെ മരണശേഷമാണ് അഭിനയവും മോഡലിംഗും ഒക്കെ ആയിട്ട് രേണു രംഗത്തേക്ക് വന്നത്. ഉദ്ഘാടനങ്ങൾ, പ്രമോഷൻ, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നിവ വഴി മാസം ലക്ഷങ്ങൾ വരുമാനമായിട്ട് നേടുന്ന ഒരു വ്യക്തി. ഈ സമയത്താണ് രേണുവിന് പണം എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ ചർച്ചയായത്. വഴിവിട്ട രീതിയിൽ ഇത്തരത്തിൽ പണങ്ങൾ സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ മോശമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ട് പണം സമ്പാദിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവരോട് വലിയ രീതിയിൽ കടുത്ത ഭാഷയിൽ മറുപടി പറയാറുണ്ടായിരുന്നു രേണു. പക്ഷേ ഇപ്പോൾ ഇത്തരമൊരു വാർത്ത രേണുവിന് ക്യാൻസർ ആണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അവരൊരു പക്ഷേ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണോ ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്നത് എന്ന ചോദ്യങ്ങളടക്കം ഉയരുകയാണ്. എന്തായാലും താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നും അതിനുള്ള പരിശോധനകൾക്കായിട്ട് പരുമലയിലെ ചില ആശുപത്രിയിൽ ചില പരിശോധനകൾ നടത്തി എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ചില വാർത്തകൾ, ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില വോയിസ് ക്ലിപ്പുകൾ പുറത്ത് വിട്ടിരിക്കുന്നത് ഈ റിയാക്ഷൻ വീഡിയോകളിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഷെഫീന ബീവി എന്ന് പറയുന്നവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ്. അവർ പലപ്പോഴും രേണു സുധിക്കെതിരെ വിവാദ പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ രേണു സുധിയെ എപ്പോഴും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്തിന് ശേഷമാണ് പ്രധാനമായിട്ടും രേണു ഇത്തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. പതിവ് പോലെ പുതിയ പോസ്റ്റിനും പരിഹാസത്തിനുമൊക്കെ വിമർശനങ്ങളോടെയുള്ള കമൻറ്റുകളൊക്കെ നൽകുന്നുണ്ട് രേണു. ചിലർ മാത്രമാണ് രേണുവിനെ ഇപ്പോൾ ഈ ഒരു ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ സ്നേഹത്തോടെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്, പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഞങ്ങൾക്ക് പണ്ടേ രേണുവിനെ മനസ്സിലായിട്ടുണ്ട് എന്നും മനസ്സിലാകാത്ത കുറച്ച് പേരാണ് ഇവിടെ ഉള്ളത് എന്നും ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, എല്ലാം പെട്ടെന്ന് തന്നെ മാറുമെന്നുള്ള തരത്തിലൊക്കെ ഇപ്പോൾ നിരവധി ആളുകൾ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ രേണു പറയുന്നത് എത്രത്തോളം, അല്ലെങ്കിൽ രേണുവിന് ഇത്തരത്തിൽ അസുഖമാണ് എന്നുള്ളതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു അറ്റൻഷൻ നേടിയെടുക്കുക എന്നുള്ള രീതികളൊക്കെ അവലംബിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നത് കണ്ടറിയണം. എന്നാലും രേണുവിന് ഈ പറയുന്നത് പോലെ ഒരു അസുഖമുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് തോന്നുന്നു എന്ന തരത്തിലൊക്കെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചകളായിരുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ പറയുന്നത് പോലെ ഒരു സർവൈവർ ആണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു മറുപടി ഒരു പക്ഷേ രേണു തന്നെ വൈകാതെ പുറത്തുവിടും എന്നുള്ളതാണ് വിശ്വാസം. കാരണം പല ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുമ്പോഴും രേണു തന്നെയാണ് നേരിട്ടെത്തി മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.